ഹലോ. 16ാമത് കേരള നിയമസഭയിലെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളൊക്കെ ഒന്ന് നോക്കി നോക്കാം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണുള്ളത്. അതിൽ വനിതാ മന്ത്രിമാരുടെ എണ്ണം 2 എന്നാൽ നിയമസഭയിലെ ആകെ വനിതാ പ്രാതിനിധ്യം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 11. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണ്. അതിൽ 2 വനിതാ മന്ത്രിമാരാണുള്ളത്. എന്നാൽ നിയമസഭയിലെ ആകെ വനിതാ പ്രാതിനിധ്യം 11. നമുക്കെല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. മണ്ഡലം പറവൂര്. അദ്ദേഹത്തിൻ്റെ പ്രധാന വകുപ്പുകൾ ധനകാര്യം, തുറമുഖം, പൊതുഭരണം, നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി. ഇതുകൂടാതെ വേറെയും കുറേ വകുപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മണ്ഡലം ധർമ്മടം. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണ്ഡലം കോട്ടയം. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. മണ്ഡലം അരൂർ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. പ്രോടേം സ്പീക്കർ ജി. സുധാകരൻ. മണ്ഡലം അമ്പലപ്പുഴ. ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. മണ്ഡലം തൊടുപുഴ. പ്രോടേം സ്പീക്കർ ജി. സുധാകരൻ. ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. ഇനി മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കാം. രമേശ് ചെന്നിത്തല. മണ്ഡലം ഹരിപ്പാട്. പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ആഭ്യന്തരം, വിജിലൻസ്, കയറ്. മോൻസ് ജോസഫ്. മണ്ഡലം കടുത്തുരുത്തി. വകുപ്പുകൾ ജലവിഭവം, കമാൻഡ്, ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജല വകുപ്പ്, ജലവിതരണം, ശുചിത്വം. ഷിബു ബേബി ജോൺ. മണ്ഡലം ചവറ. വകുപ്പുകൾ വനം, നൈപുണ്യ വികസനം. സി.പി. ജോൺ. മണ്ഡലം വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ. പ്രധാനപ്പെട്ട വകുപ്പാണ് ഗതാഗതം. അനൂപ് ജേക്കബ്. മണ്ഡലം പിറവം. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി. പി.കെ. കുഞ്ഞാലിക്കുട്ടി. മണ്ഡലം മലപ്പുറം. പ്രധാനപ്പെട്ട വകുപ്പുകൾ വ്യവസായം, വാണിജ്യം, ഐ.ടി., മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ. പി.സി. വിഷ്ണുനാഥ്. മണ്ഡലം കുണ്ടറ. വകുപ്പുകൾ ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ,